നമസ്കാരം. 2025 ഒക്ടോബർ മാസത്തിലെ കർക്കിടകം രാശിയിലെ പുണർദം അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു സുപ്രധാന ഗ്രഹമാറ്റം ഈ മാസം സംഭവിക്കുന്നുണ്ട്. ഭാഗ്യാധിപനായ വ്യാഴം ദുരിതങ്ങളും നഷ്ടങ്ങളും തന്നിരുന്ന 12ാം ഭാവത്തിൽ നിന്നും മാറി നിങ്ങളുടെ 1ാം ഭാവത്തിലേക്ക്, അതായത് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് ജന്മവ്യാഴം എന്ന് അറിയപ്പെടുന്നു. ഇതിൻ്റെ ഫലങ്ങൾ വളരെ നിർണായകമാണ്. എന്തൊക്കെ ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കാം. കർക്കിടകം രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. വികാരങ്ങളുടെയും ഭാവനകളുടെയും സ്നേഹത്തിൻ്റെയുമെല്ലാം കാരകനാണ് ചന്ദ്രൻ. അതിനാൽ തന്നെ നിങ്ങൾ പൊതുവെ സ്നേഹസമ്പന്നരും മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്നവരുമാണ്. ഒക്ടോബർ മാസം കർക്കിടകം രാശിക്കാർക്ക് ഒരു സമ്മിശ്ര ഫലങ്ങളുടെ മാസമാണ്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി നിങ്ങൾക്ക് ഒരു രക്ഷാ കവചം പോലെ എല്ലാ പ്രതിസന്ധികളിലും താങ്ങും തണലായും ഉണ്ടാകും. രാഹു അഷ്ടമഭാവത്തിലും കേതു 2ാം ഭാവത്തിലും തുടരുന്നത് ചില അപ്രതീക്ഷിത വെല്ലുവിളികൾ നൽകും. സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ മാസത്തിനിടയിൽ രാശി മാറുന്നതനുസരിച്ച് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പലവിധ മാറ്റങ്ങളും സംഭവിക്കും. ഒക്ടോബർ 18 വരെ വ്യാഴം 12ൽ നിൽക്കുന്നതിനാൽ ഇതുവരെ നിങ്ങൾക്ക് അനാവശ്യമായ ചിലവുകൾ, ദൂരയാത്രകൾ, ഉറക്കക്കുറവ് എന്നിവയൊക്കെ വന്നിട്ടുണ്ട്. ഒക്ടോബർ 19 മുതൽ വ്യാഴം 1ാം ഭാവത്തിലേക്ക് വരുന്നു. ജന്മഗുരു സ്ഥാനമാറ്റങ്ങളും പുതിയ തുടക്കങ്ങളും നൽകുമെങ്കിലും ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളും എടുക്കുന്ന തീരുമാനങ്ങളിൽ പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. അതിനാൽ ഈ കാലയളവിൽ ഏത് കാര്യത്തിലും എടുത്തുചാട്ടം ഒഴിവാക്കി വളരെ ശ്രദ്ധയോടെ മുൻപോട്ടു പോകണം. ശനി നിങ്ങളുടെ 9ാം ഭാവത്തിലാണ്. ഇത് ഭാഗ്യശനി എന്ന് അറിയപ്പെടുന്നു. ഇത് വളരെ നല്ലൊരു സ്ഥാനമാണ്. നിങ്ങളുടെ പൂർവ്വ പുണ്യങ്ങളുടെയും പ്രയത്നങ്ങളുടെയും ഫലം ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ വലിയ പുരോഗതി, ദീർഘകാലമായുള്ള ആഗ്രഹങ്ങൾ സഫലമാവുക, പിതാവിൽ നിന്നോ പിതൃസ്ഥാനീയരിൽ നിന്നോ സഹായം ലഭിക്കുക, ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുക എന്നിവയെല്ലാം ശനി നൽകുന്ന ഭാഗ്യങ്ങളാണ്. ജന്മവ്യാഴത്തിൻ്റെ ദോഷഫലങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ ഈ ശനിയുടെ സ്ഥാനം നിങ്ങളെ സഹായിക്കും. 8ലെ രാഹുവും 2ലെ കേതുവും അത്ര നല്ല സ്ഥാനങ്ങളല്ല. 8ലെ രാഹു അപ്രതീക്ഷിത രോഗങ്ങൾ, അപവാദങ്ങൾ, ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ എന്നിവ നൽകും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഒക്ടോബർ 18 വരെ 3ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ശത്രുക്കളുടെ മേൽ വിജയവും സർക്കാർ ആനുകൂല്യങ്ങളും നൽകും. മാസത്തിൻ്റെ തുടക്കത്തിൽ 2ാം ഭാവത്തിലെ ശുക്രൻ കുടുംബത്തിൽ സന്തോഷവും നല്ല ഭക്ഷണവും സാമ്പത്തിക നേട്ടങ്ങളും നൽകും. ഒക്ടോബർ 9 ശേഷം 3ലേക്ക് മാറുമ്പോൾ സഹോദരങ്ങളിൽ നിന്ന് സഹായം, ചെറിയ യാത്രകൾ, കലാപരമായ കഴിവുകൾക്ക് അംഗീകാരം എന്നിവയൊക്കെ ഉണ്ടാകും. ബുധൻ 4ാം ഭാവത്തിൽ വരുന്നത് പഠനത്തിലും ഗ്രഹപരമായ കാര്യങ്ങളിലും സന്തോഷം നൽകും. എന്നാൽ ചൊവ്വ 4ാം ഭാവത്തിൽ നിൽക്കുന്നത് കുടുംബത്തിൽ ചില തർക്കങ്ങൾക്കും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടയാക്കും. ഓരോ വിഷയങ്ങളും വിശദമായി പരിശോധിക്കാം. മാസത്തിൻ്റെ തുടക്കത്തിൽ ശുക്രൻ 2ൽ നിൽക്കുന്നതുകൊണ്ട് കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളും സമാധാനവും ഉണ്ടാകും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും സന്തോഷം പങ്കുവയ്ക്കുവാനും അവസരങ്ങൾ ലഭിക്കും. എന്നാൽ ഒക്ടോബർ 18 ശേഷം സൂര്യനും മാസം മുഴുവൻ ചൊവ്വയും 4ാം ഭാവത്തിൽ തുടരുന്നത് ഗ്രഹാന്തരീക്ഷത്തിൽ ചൂടേറിയ സംഭാഷണങ്ങൾക്കും തർക്കങ്ങൾക്കും വഴിവെക്കും. ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവവും ഈ മാസം വളരെ അത്യാവശ്യമാണ്. ഈ മാസം കുടുംബപരമായി 2ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ സംസാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പറയുന്ന വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുവാനും അത് കുടുംബാംഗങ്ങൾക്കിടയിൽ മനോവിഷമം ഉണ്ടാക്കുവാനും
ഇടയുണ്ട്. അതിനാൽ സംസാരിക്കുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയും അവരുടെ ഭാഗം കേൾക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. ജന്മവ്യാഴം വരുന്നതോടെ നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾക്ക് കാരണമാകും. ഇത് പങ്കാളിക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞെന്ന് വരില്ല. അനാവശ്യമായ ഈഗോ ഒഴിവാക്കുന്നത് ദാമ്പത്യബന്ധം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കും. പുണർദം നക്ഷത്രക്കാർക്ക് നക്ഷത്രാധിപൻ വ്യാഴമായതിനാൽ ജന്മരാശിയിലേക്കുള്ള വ്യാഴമാറ്റം നിങ്ങളെ കൂടുതൽ സ്വാധീനിക്കും. കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. ചിലപ്പോൾ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. പൂയം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ കുടുംബ പ്രശ്നങ്ങളെ സമചിത്തതയോടെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വലിയ പ്രതിസന്ധികളില്ലാതെ മുൻപോട്ടു പോകാം. മുതിർന്നവരുടെ ഉപദേശം തേടുന്നത് ഗുണം ചെയ്യും. ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ നക്ഷത്രാധിപൻ ബുധനാണ്. 4-ാം ഭാവത്തിലെ ബുധന്റെ സ്ഥാനം കാരണം നിങ്ങൾ കാര്യങ്ങൾ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. എന്നാൽ കേതുവിൻ്റെ സ്വാധീനം മൂലം സംസാരത്തിൽ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുവാൻ ഇടയുണ്ട്. ഇത് ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽപരമായി നോക്കുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക് സമ്മിശ്ര മാസമാണ്. 9-ാം ഭാവത്തിലെ ശനി നിങ്ങളുടെ കരിയറിൽ ദീർഘകാലത്തേക്കുള്ള വളർച്ചയും സ്ഥിരതയും നൽകും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ 3-ലെ സൂര്യൻ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അത് വിജയകരമായി പൂർത്തിയാക്കാനും ആവശ്യമായ ധൈര്യവും ഊർജവും നൽകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. ഒക്ടോബർ 19-ന് ജന്മവ്യാഴം ആരംഭിക്കുന്നതോടെ ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. പുതിയ ചുമതലകൾ ലഭിക്കുമ്പോൾ അത് ഒരു ഭാരമായി തോന്നുവാൻ ഇടയുണ്ട്. ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. 8-ലെ രാഹു ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾക്കും ശത്രുക്കളുടെ ശല്യങ്ങൾക്കും കാരണമാകും. അതിനാൽ സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുകയും അന്ധമായി ആരെയും വിശ്വസിക്കാതിരിക്കുവാനും ശ്രദ്ധ വേണം. പുണർദം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ മാറ്റം തൊഴിൽപരമായ തീരുമാനങ്ങളെ സ്വാധീനിക്കും. ജോലി മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവെങ്കിൽ വളരെ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. ജന്മവ്യാഴം കഴിയുന്നതുവരെ, അതായത് ഈ വർഷം, നിലവിലുള്ള ജോലിയിൽ തുടരുന്നതാണ് ഉത്തമം. പൂയം നക്ഷത്രക്കാർക്ക് ശനിയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സ്ഥിരോത്സാഹവും ജോലിയൊക്കെ ചെയ്യാനുമുള്ള മനസ്സുമുണ്ടാകും. ജോലിയിലെ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് ബുദ്ധിയും ആശയവിനിമയ ശേഷിയുമാണ് നിങ്ങളുടെ ശക്തി. ഇതുപയോഗിച്ച് ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളെ മറികടക്കുവാൻ സാധിക്കും. പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുവാനും പ്രാവർത്തികമാക്കുവാനും സാധിക്കും. എന്നാൽ അമിതമായി സംസാരിച്ച് ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക. സാമ്പത്തികമായി ഈ മാസം വ്യാഴം 12-ൽ നിൽക്കുന്നത് ഒക്ടോബർ 18 വരെ അനിയന്ത്രിത ചിലവുകൾ തുടരും. ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്കോ ദൂരയാത്രകൾക്കോ പണം ചിലവഴിക്കേണ്ടി വരും. 2-ാം ഭാവത്തിലെ കേതു ധനനഷ്ടത്തിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. കുടുംബപരമായ ചിലവുകളും കൂടും. എന്നാൽ 9-ാം ഭാവത്തിലെ ശനി ഭാഗ്യത്തിലൂടെ ധനം വരാനുള്ള വഴികൾ തുറന്നുതരും. പൂർവിക സ്വത്തുക്കൾ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനും അതിലൂടെ നേട്ടമുണ്ടാകുവാനും ഇടയുണ്ട്. മാസത്തിന്റെ തുടക്കത്തിൽ 2-ലെ ശുക്രൻ ചെറിയ സാമ്പത്തിക നേട്ടങ്ങൾ നൽകും. വ്യാഴം ജന്മരാശിയിലേക്ക്, അതായത് ഒക്ടോബർ 19-നു ശേഷം, സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട ആസൂത്രണം ആവശ്യമായി വരും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഊഹക്കച്ചവടം, ലോട്ടറി, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് ഈ മാസം വിട്ടുനിൽക്കുന്നതാണ് സുരക്ഷിതം. പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുക. 8-ലെ രാഹു പെട്ടെന്നുള്ള ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ ട്രേഡിംഗ്, ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവർ ജാഗ്രത പുലർത്തുക. പുണർദം നക്ഷത്രക്കാർക്ക് വ്യാഴം
നിങ്ങളുടെ ധനകാര്യങ്ങളെയും സ്വാധീനിക്കും. ചിലവുകൾ നിയന്ത്രിക്കുവാൻ പാടുപെടും. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന സാഹചര്യമുണ്ട്. കൃത്യമായ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി മുൻപോട്ട് പോവുക. പൂയം നക്ഷത്രക്കാർക്ക് ശനിയുടെ സ്വാധീനം കാരണം സാമ്പത്തിക അച്ചടക്കം പാലിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കി പണം സൂക്ഷിച്ച് ഉപയോഗിക്കുവാൻ ശ്രമിക്കും. ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് ബുദ്ധിപരമായി പണം നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമെങ്കിലും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. രേഖകളും മറ്റും ശരിയായി പഠിച്ച ശേഷം മാത്രം സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുക. ആരോഗ്യപരമായി ഈ മാസം 8-ാം ഭാവത്തിലെ രാഹു പെട്ടെന്നുണ്ടാകുന്നതും കാരണം കണ്ടുപിടിക്കാൻ പ്രയാസമുള്ളതുമായ രോഗങ്ങൾക്ക് സാധ്യത നൽകുന്നു. അലർജി, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മാസത്തിന്റെ 2-ാം പകുതിയിൽ സൂര്യനും ചൊവ്വയും 4-ാം ഭാവത്തിൽ വരുന്നത് നെഞ്ച് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും രക്തസമ്മർദ്ദത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഉണർദം, പൂയം, ആയില്യം ഈ 3 നക്ഷത്രക്കാരും ആരോഗ്യകാര്യങ്ങളിൽ പൊതുവായ ശ്രദ്ധ നൽകി പോരുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പൊതുവെ അനുകൂലമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാനും സാധിക്കും. ഓർമ്മശക്തിയും ഗ്രഹണശേഷിയും ഉണ്ടാകും. 4-ലെ ചൊവ്വ പഠനത്തിൽ അലസതയും ശ്രദ്ധക്കുറവും സൃഷ്ടിക്കും. ആയതിനാൽ മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക. വിദേശയാത്ര, വിദേശത്ത് പഠനം, വിദേശത്ത് ജോലി എന്നിവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് 9-ാം ഭാവത്തിലെ ശനി ഇതിനുള്ള ഭാഗ്യം നൽകും. 12-ാം ഭാവത്തിലെ വ്യാഴവും വിദേശ ബന്ധങ്ങൾക്ക് അനുകൂലമാണ്. അതിനാൽ ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ വിദേശത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ വേഗത്തിൽ നടന്നുകിട്ടും. പ്രണയബന്ധങ്ങളിൽ മാസത്തിന്റെ തുടക്കത്തിൽ കാര്യങ്ങൾ സന്തോഷകരമായി മുൻപോട്ടു പോകും. ജന്മവ്യാഴം ആരംഭിക്കുന്ന സമയം, അതായത് ഒക്ടോബർ 19 മുതൽ നിങ്ങളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ പ്രണയബന്ധത്തെയും ബാധിക്കും. നിങ്ങൾ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് പങ്കാളിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ചുരുക്കത്തിൽ ഒക്ടോബർ മാസം കർക്കിടകം രാശിക്കാർക്ക് 9-ാം ഭാവത്തിലെ ശനി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്തും ഭാഗ്യവും നൽകും. എന്നാൽ ജന്മവ്യാഴം, 8-ലെ രാഹു, 2-ലെ കേതു എന്നിവ നൽകുന്ന പ്രയാസങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമന്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന വിശിഷ്ട ദിവസമായ ഒക്ടോബർ 2 വിജയദശമി ദിവസത്തിൽ നടത്തുന്ന പ്രത്യേകമായ പൂജയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥനയിൽ ചേർക്കുകയും ചെയ്യും. ഒക്ടോബർ മാസം വിഷ്ണു സഹസ്രനാമം എല്ലാ ഗ്രഹദോഷങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിക്കും. ഒപ്പം ഭാഗ്യസൂക്തം വഴിപാട് വ്യാഴാഴ്ച ചെയ്യുന്നതും നല്ലതാണ്. ഈ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ രാശിയെ അടിസ്ഥാനമാക്കിയുള്ള ഗോചര ഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. എങ്കിലും ഈ പൊതുവായ ഫലങ്ങൾ നിങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശമായി തീർച്ചയായും ഉപകരിക്കും. വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ്. ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായവുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.